പ്രിയപ്പെട്ട MLA ഈ പ്രോഗ്രാമിൻ്റെ ചെയർമാൻ ശ്രീ CH കുഞ്ഞമ്പു അവർകൾ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, വേദിക്ക് മുമ്പിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അറ്റം കാണാത്ത ഒരു കടലിന് ഇപ്പുറത്ത് അറ്റം കാണാത്ത ഒരു കടൽ പോലെ നിറഞ്ഞിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇങ്ങോട്ട് കടന്നു വരുന്ന സമയത്ത് സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സൂര്യൻ അതിൻ്റെ അവസാനത്തെ വെളിച്ചവും തന്ന് കടലിലേക്ക് മുങ്ങിപ്പോകുന്ന ഒരു നിമിഷത്തിലാണ് ഞാനിങ്ങോട്ട് കടന്നു വന്നത്. നാളെ വീണ്ടും സൂര്യൻ ഉദിക്കും, നാളെ വീണ്ടും അസ്തമിക്കും. നാളെ അസ്തമിച്ചു കഴിഞ്ഞതിന് ശേഷം മറ്റന്നാൾ സൂര്യൻ ഉദിച്ചുയരുന്നത് ഒരു പുതിയ വർഷത്തിലേക്കുള്ള പ്രകാശം നമുക്ക് തന്നുകൊണ്ടാണ് സൂര്യൻ ഉദിക്കുന്നത്. 10 ദിവസങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഈ പരിപാടി, ബേക്കൽ ഇൻ്റർനാഷണൽ ബീച്ച് ഫെസ്റ്റിവൽ എന്ന ഈ വലിയ പരിപാടി, ആ പരിപാടിക്ക് നാളെ അസ്തമിക്കുന്നതോടുകൂടി പ്രോഗ്രാം തുടങ്ങി രാത്രി 12 മണിക്ക് പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി വെടിക്കെട്ട് എല്ലാം നടത്തി ഈ പരിപാടിക്ക് സമാപ്തി കുറിക്കുകയാണ്. പ്രിയപ്പെട്ട CH കുഞ്ഞമ്പു സാർ എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഇത്രമാത്രം വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. ബീച്ച് ഫെസ്റ്റിവലാണ്, അദ്ദേഹം പലതവണ പറഞ്ഞു വളരെയധികം ആളുകൾ ഉണ്ടാവുന്ന ഒരു പരിപാടിയാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇന്ന് പ്രിയപ്പെട്ട രാധാകൃഷ്ണേട്ടൻ്റെ കൂടെ ഞാൻ അവിടുന്ന് കാറിൽ പോകുമ്പോൾ ഒരിക്കലും കാറ് നീങ്ങാത്ത അത്രമാത്രം ട്രാഫിക് ഉള്ള രീതിയിലേക്ക് ആളുകൾ ഇങ്ങനെ പ്രവേശിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഇതിലേക്ക് വരുന്നത്. തീർച്ചയായിട്ടും കുഞ്ഞമ്പു സാറിന് അഭിമാനിക്കാം, ഇതിൻ്റെ കമ്മിറ്റി അംഗങ്ങൾക്ക് അഭിമാനിക്കാം. ഇത്രയും മഹത്തരമായ രീതിയിൽ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചതിൻ്റെ പേരിൽ തീർച്ചയായിട്ടും അഭിമാനിക്കാം. ഞാൻ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ബേക്കൽ എന്ന ഈ പ്രദേശത്തേക്ക് വരുന്നത്. ഞാൻ മുമ്പ് വന്നതിൻ്റെ ഒരു ഓർമ്മ ബഹുമാനപ്പെട്ട MLAയുമായിട്ട് ഇപ്പം പങ്കുവയ്ക്കുകയായിരുന്നു. പണ്ടൊരിക്കൽ, അതായത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു ദിവസം ഇവിടെ ബേക്കൽ ഫോർട്ട് കാണാൻ വന്നപ്പോൾ മനസ്സിൽ ഒരാഗ്രഹമുണ്ടായി. ഈ ബേക്കൽ ഫോർട്ടിനെ ഒന്ന് തുളച്ച് അപ്പുറത്തേക്ക് കിടക്കണം എന്നൊരാഗ്രഹമുണ്ടായി. ആ ആഗ്രഹം ഒരു മാജിക്കായിട്ട് പരിണമിച്ചു. അതിനുശേഷം എനിക്ക് തോന്നുന്നത് ബഹുമാനപ്പെട്ട MLA അന്നുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഇവിടെ 2-3 ദിവസത്തെ സന്നാഹങ്ങളെല്ലാം ഒരുക്കി കഴിഞ്ഞതിന് ശേഷം ബേക്കൽ ഫോർട്ടിനെ തുളച്ചപ്പുറത്തേക്ക് പോകുന്ന ഒരു ജാലവിദ്യ അവതരിപ്പിച്ചതിൻ്റെ മനോഹരമായ ഉജ്ജ്വലമായ ഒരു ഓർമ്മ എൻ്റെ മനസ്സിൽ ഇന്നും അവശേഷിക്കുന്നുണ്ട്. തീർച്ചയായും ഇന്ന് ഇവിടെ വരുന്ന സമയത്ത് എനിക്ക് കാണാൻ സാധിക്കുന്നത് ഇത്രയും വലിയ ഒരു സദസ്സാണ്. ഇവിടെ ഈ സദസ്സിൻ്റെ ഏറ്റവും വലിയ സവിശേഷത, ഇവിടെ മതമില്ല, രാഷ്ട്രീയമില്ല, ഒന്നുമില്ല, മനുഷ്യർ മാത്രം സമ്മേളിച്ചിരിക്കുന്ന ഏറ്റവും മനോഹരമായൊരു മുഹൂർത്തമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇന്നൊരുപക്ഷെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന അന്തരീക്ഷവും ഇത് തന്നെയാണ്. മനുഷ്യരെ മനുഷ്യരായിട്ട് കാണാൻ സാധിക്കാത്തൊരവസ്ഥയിലേക്കാണ് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത്. പരസ്പരം നമ്മൾ നീ ഏതാണ്, എന്താണ് എന്ന് ചോദിക്കുമ്പോൾ നീ ഒരു മനുഷ്യനാണോ അല്ലെങ്കിൽ അതിലപ്പുറം എന്താണ് എന്നാണ് പലപ്പോഴും നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് നമ്മുടെ സ്നേഹത്തിൻ്റെ ആ ഒരു ഓർമ്മകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. P. ഭാസ്കരൻ മാസ്റ്റർ പറയുന്നുണ്ട്, ഓർക്കുക വല്ലപ്പോഴും പണ്ടത്തെ കാടും മേടും പൂക്കാലം വിധാനിക്കുമ കുന്നിൻ പുറങ്ങളും. ആ കുന്നിൻ പുറങ്ങളിൽ ഇരുന്നു കൊണ്ട് പരസ്പരം മനുഷ്യരായിട്ട് സംസാരിച്ചിരുന്ന ഒരു കാലഘട്ടം പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു എന്ന് പറയുന്നതാണ് വാസ്തവം. ഇന്ന് രാവിലെ ഒരു വിദ്യാലയത്തിൽ സംസാരിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, M. മുകുന്ദൻ്റെ മനോഹരമായൊരു കഥയുണ്ട്. ആ കഥയുടെ പേര് രാധ മാത്രം എന്നാണ് ആ കഥയുടെ പേര്. ഒരുപക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു കഥയാണ് രാധ മാത്രം. ആ കഥയ്ക്കകത്ത് രാധ എന്ന് പറയുന്ന കോളേജ് വിദ്യാർത്ഥിനി ഗേറ്റ് തുറന്ന് വീടിനകത്തേക്ക് നടന്നു വരുമ്പോൾ പുസ്തകക്കെട്ടും ചുറ്റുപാത്രവുമായിട്ട് നടന്നു വരുന്ന സമയത്ത് പൂമുഖത്തിരിക്കുന്ന അച്ഛൻ പതിവില്ലാത്ത രീതിയിൽ പത്രം താഴേക്ക് വലിച്ചെറിഞ്ഞ് രാധയുടെ മുമ്പിൽ വിലക്ക് കൽപ്പിച്ചുകൊണ്ട് കൈകൾ കാണിച്ചുകൊണ്ട് അവളോട് പറയുന്നു, നീ ആരാണ് എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോയാൽ മതി എന്ന്. രാധ ഒരു നിമിഷം ഞെട്ടിപ്പോയി. അച്ഛൻ സാധാരണ അങ്ങനെ തമാശ പറയുന്ന പതിവില്ല. എങ്കിലും അച്ഛനോട് രാധ ചോദിച്ചു, അച്ഛൻ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത്? ഞാൻ അച്ഛൻ്റെ മകൾ രാധയാണ് അച്ഛാ എന്ന് പറഞ്ഞു. അച്ഛൻ്റെ മുഖഭാവം മാറുന്നില്ല. ആ സമയത്ത് രാധ അകത്തേക്ക് നോക്കി അമ്മയെ വിളിച്ചു, അമ്മയെ ഒന്ന് പുറത്തേക്ക് വരാമോ, അച്ഛനെന്തോ പ്രശ്നമുണ്ട്, അച്ഛൻ എന്നെ തിരിച്ചറിയുന്നില്ല എന്ന് പറഞ്ഞു. അമ്മ പുറത്തേക്ക് വന്നു. രണ്ടുപേരെയും മാറി മാറി നോക്കിയിട്ട് പറഞ്ഞു, ഇതെൻ്റെ ഭർത്താവാണ്, ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്, പക്ഷെ നീ ആരാ കുട്ടി? ഇതൊരു ചോദ്യമാണ്.
സാധാരണ നമ്മുടെ അച്ഛനും അമ്മയും നമ്മളെ തിരിച്ചറിയാൻ സാധിക്കാത്തൊരവസ്ഥയെക്കുറിച്ച് ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. ആ അവസ്ഥയിൽ നമ്മളെ തിരിച്ചറിയാൻ സാധിക്കാത്തൊരവസ്ഥ. രാധ വീണ്ടും ഓർമ്മിപ്പിച്ചു, അമ്മയല്ലേ രാവിലെ എനിക്ക് മുടി കെട്ടി തന്നത്, അമ്മയല്ലേ ചോറ്റുപാത്രത്തിൽ ചോറാക്കി തന്നത്, അമ്മ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചു. അമ്മയുടെ മുഖഭാവം മാറുന്നില്ലെന്ന് കണ്ടപ്പോൾ ചോറ്റുപാത്രവും പുസ്തകക്കെട്ടും താഴെ വെക്കാതെ രാധ നേരെ ഓടി. 2 കൂട്ടുകാരുണ്ട്, സുഷമയും വനജയും. അപ്പം ബസ് ഇറങ്ങിയിട്ടുള്ളൂ, നടന്നു പോകുന്നതേ ഉള്ളൂ. രാധ ഇങ്ങോട്ട് പോന്നു, അവരങ്ങോട്ട് പോയി, അത്രേ സംഭവിച്ചിട്ടുള്ളൂ. നേരെ അവിടെ ചെന്ന് ചോദിച്ചു, സുഷമയെ വനജയെ ഒന്ന് നിൽക്കുക, എൻ്റെ വീട്ടിൽ എന്തോ പ്രശ്നമുണ്ട്, അച്ഛനും അമ്മയ്ക്കും എന്നെ തിരിച്ചറിയുന്നില്ല എന്ന് പറഞ്ഞു. സുഷമയും വനജയും നിന്നു, പരസ്പരം നോക്കി. എന്നിട്ട് പറഞ്ഞു, ഞാൻ സുഷമയാണ്, ഇത് വനജയാണ്, പക്ഷേ നീ ആരാണ്? നീ ആരാണ്? സന്ധ്യ കറുത്ത് വരികയായിരുന്നു. ഇരുട്ട് മൂടി നിൽക്കുകയാണ്. ഇനി രാധയ്ക്ക് എങ്ങോട്ട് പോകണമെന്നറിയില്ലായിരുന്നു. പെട്ടെന്നോർത്തു, ഒരു കൂട്ടുകാരൻ സുരേഷ് ബീച്ചിലുണ്ടാവും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ സുരേഷ് തീർച്ചയായിട്ടും തിരിച്ചറിയാതിരിക്കില്ല. നേരെ ഓടിച്ചെന്ന് സുരേഷിനോട് പറഞ്ഞു, സുരേഷേ, നീയല്ലേ രവീന്ദ്രനാഥ ടാഗോറിന്റെ ഗീതാഞ്ജലി വേണമെന്ന് പറഞ്ഞത്, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് നീട്ടുമ്പോൾ സുരേഷ് ആ പുസ്തകം വാങ്ങിച്ചുകൊണ്ട് പറഞ്ഞു, രവീന്ദ്രനാഥ ടാഗോറിന്റെ കൃതികൾ എനിക്കിഷ്ടമാണ്, ഗീതാഞ്ജലി ഞാൻ അന്വേഷിച്ച് നടക്കുകയായിരുന്നു, പക്ഷേ ഇതെല്ലാം നിനക്കെങ്ങനെ അറിയാം കുട്ടി, നീ ആരാ ചോദിക്കുന്നു. തീർന്നു, ഇനി ആരുമില്ല. എല്ലാവരും പോയി. സുരേഷ് ബസ് കയറിപ്പോയി. രാധ ഒറ്റയ്ക്കായി. രാധ നേരെ നടന്നു. കടലിന് അഭിമുഖമായിട്ട് നടക്കുന്ന സമയത്ത് രാധ ആകാശത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു, ആകാശമേ, നിനക്കറിയാമോ ഈ രാധയെ? ഉത്തരമില്ല. കഴുത്തറ്റം വെള്ളം വരുന്ന സമയത്ത് അവസാനമായി തിരമാലകളോട് അവൾ ചോദിച്ചു, നിങ്ങൾക്കെങ്കിലും അറിയാമോ ഈ രാധയെ? ഉത്തരമില്ല. അവസാനിച്ചു. രാധ അപ്രത്യക്ഷയായി എന്നാണ് കഥ. ഈ കഥയിൽ പറയുന്ന കാര്യം, ലോകത്തിന് മുഴുവൻ എല്ലാ മനുഷ്യർക്കും അൽഷിമേഴ്സ് ബാധിച്ചു കഴിഞ്ഞാൽ നാളെ സംഭവിക്കാൻ പോകുന്നത് ഇതാണ്. എല്ലാവരും ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ നാളെ സംഭവിക്കാൻ പോകുന്നത് ഇതാണ്. എല്ലാവരും അവനവനിലേക്ക് ചുരുങ്ങിക്കഴിഞ്ഞാൽ നാളെ നടക്കാൻ പോകുന്നത് ഇതാണ്. എല്ലാവരും സെൽഫിഷായി കഴിഞ്ഞാൽ, സ്വാർത്ഥരായി കഴിഞ്ഞാൽ, തനിക്ക് വേണ്ടി മാത്രം ചിന്തിക്കുന്ന ഒരു ലോകത്ത് ജീവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നാളെ സംഭവിക്കുന്നത് ഇതാണ്. ആ ഒരു ലോകത്ത് ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം, ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സംബന്ധിച്ചിടത്തോളം, ഇത്തരത്തിലുള്ള സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കുന്നതിലൂടെ, ഈ ബീച്ച് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നതിലൂടെ എല്ലാ മനുഷ്യരെയും ഒരുമിപ്പിക്കുക. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ലാതെ മനുഷ്യരെ മനുഷ്യരായി കണ്ട് ഒരു മനുഷ്യ സമൂഹത്തെ ഇങ്ങനെ വലിയൊരു ജനാവലിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് 10 ദിവസം ഇത്രമാത്രം ഉജ്ജ്വലമായൊരു പരിപാടി നടത്തുന്നു എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സല്യൂട്ട് നൽകേണ്ട ഏറ്റവും വലിയ സംഭവം. ഞാൻ ആത്മാർത്ഥമായിട്ട് ഈ ഒരു പരിപാടിയെ ആദരിക്കുന്നു. അതുപോലെ തന്നെ ഇനിയുള്ള വർഷങ്ങളിലും ഇത്തരം പരിപാടികളിലൂടെ പരിപാടികൾ സംഘടിപ്പിക്കുന്ന സമയത്ത് വരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ വരാൻ സാധ്യതയുണ്ട്. കാരണം ഞാനിപ്പോൾ കാസർഗോട്ടുകാരനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, ഞാൻ ജനിച്ചതും വളർന്നതുമൊക്കെ കവളമുക്കട്ട എന്ന് പറയുന്ന നിലമ്പൂരിലെ ഒരു ഗ്രാമത്തിലായിരുന്നു, മലപ്പുറം ജില്ലയിലായിരുന്നു. മലയാറ്റൂർ രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു മനുഷ്യസ്നേഹി, എത്രമാത്രം എനിക്ക് ഒരു അച്ഛനെ പോലെ അത്രമാത്രം ഞാൻ സ്നേഹിച്ചിരുന്ന ആ വലിയ മനുഷ്യൻ, IAS പോലും വലിച്ചെറിഞ്ഞ ധിഷണാശാലിയായ ഒരു മനുഷ്യൻ, അദ്ദേഹവുമായിട്ടുള്ളൊരു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ മാജിക് അക്കാഡമി എന്ന് പറയുന്നൊരു സ്വപ്നവുമായിട്ട് തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ നദി ഇങ്ങനെ വഴിമാറി ഒഴുകിക്കൊണ്ടിരിക്കും. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെയൊന്നുമല്ല ജീവിതം പോകുന്നത്. ഒരു റെയിൽവേ ട്രാക്കിലൂടെ ഒരു ട്രെയിൻ പോകുന്നത് പോലെ കൃത്യമായ ധാരണ വെച്ചുകൊണ്ടല്ല നമ്മുടെ ജീവിതം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഒരു നദി ഒഴുകുന്നത് പോലെ എവിടെയെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ആ തടസ്സത്തെ മുഴുവൻ ഭേദിച്ചുകൊണ്ട് മറ്റൊരു വഴിയിലേക്കൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് പോലെ ആണ് ഓരോ മനുഷ്യൻ്റെയും ജീവിതം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ തിരുവനന്തപുരത്ത് പോയി ഒരു മാജിക് അക്കാഡമി തുടങ്ങി. ആ മാജിക്കിൽ നിന്ന് വ്യത്യസ്തമായി ഒരു മാജിക് പ്ലാനറ്റ് തുടങ്ങി. ജാലവിദ്യാരംഗത്ത് ഇങ്ങനെ വിരാജിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഇതേ കാസർഗോഡ് ജില്ലയിൽ എൻഡോസൾഫാൻ്റെ ദുരിതമേഖലയിൽ പെട്ടുഴലുന്ന ഒരുപാട് മനുഷ്യരെ കാണാൻ വേണ്ടി എൻ്റെ ജീവിതം ഒരു ദിവസം തുറന്നത്. ഞാനെന്താ കാസർഗോഡ് ടൗൺ ഹാളിൽ നടത്തുന്ന പരിപാടിയിൽ കർട്ടൻ ഉയരുമ്പോൾ കാണുന്ന കാഴ്ച, ആ ഓഡിറ്റോറിയത്തിൽ മുഴുവൻ ഇരിക്കുന്ന ഈ തരത്തിലുള്ള കുട്ടികളാണ്. അവരുടെ ഒരു ധനശേഖരണത്തിന് വേണ്ടിയുള്ള പരിപാടിയായിരുന്നു. ആരുടെ മുമ്പിലാണ് ഈ പത്രാസ് കാണിക്കുന്നത് എന്ന് ചിന്തിച്ച നിമിഷമാണത്. ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് ആദ്യമായിട്ട് തിരിച്ചറിഞ്ഞ നിമിഷമാണത്. അന്ന് അവിടെ വെച്ച് എൻ്റെ ചിന്തകൾ മുഴുവൻ മാറിപ്പോകുന്നു. ഒരമ്മ പറഞ്ഞ വാക്കുകളും ആ അമ്മ ചെയ്യുന്ന കൃത്യങ്ങളും അറിഞ്ഞതിന് ശേഷം ജീവിതത്തിൽ ഇതൊക്കെയാണ് ജീവിതമെന്ന് തിരിച്ചറിഞ്ഞ്, ജീവിതം ഒരു മാജിക് അല്ല, യാഥാർത്ഥ്യമാണെന്ന് തിരിച്ചറിഞ്ഞ് അന്ന് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയായിരുന്ന ശൈലജ ടീച്ചറോട് പറഞ്ഞ് 23 കുട്ടികളിലാണ് ഞാൻ ഈ ഭിന്നശേഷി മേഖലയിൽ കടന്നു വരുന്നത്.
ആ മക്കൾ ഇന്നവിടെ എംപ്ലോയീസ് ആയിട്ട് എല്ലാ മാസവും ശമ്പളം മേടിക്കുന്ന കുട്ടികളായിട്ട് ആ മക്കളെ മാറ്റാൻ സാധിച്ചു എന്ന് പറയുന്നതാണ് ജീവിതത്തിൻ്റെ ധന്യത. ആ കുട്ടികൾ തുടങ്ങി 100 കുട്ടികളിലേക്ക് മാറി, 100 കുട്ടികളിൽ നിന്നും 200 കുട്ടികളായി, 200 കുട്ടികൾ എന്ന് പറയുന്നത് 300 കുട്ടികളായി. ഇന്ന് ആ 300 കുട്ടികളും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 45 വർഷം ഇന്ദ്രജാല രംഗത്ത് വിരാജിച്ചിരുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം, മാജിക് ഒരിക്കലും ജീവിതത്തിൽ നിന്ന് വിട്ടുമാറില്ല എന്ന് ചിന്തിച്ചിരുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം, ഒരു സുപ്രഭാതത്തിൽ ഞാൻ ആലോചിച്ചു, ഇനിയുള്ള എൻ്റെ ജീവിതം മാജിക് കാണിച്ച് ജീവിക്കണോ, ഈ കുട്ടികൾക്ക് വേണ്ടി ജീവിക്കണോ എന്ന് ചിന്തിച്ചു. ആ കുട്ടികൾക്ക് വേണ്ടി ജീവിക്കാൻ തീരുമാനമെടുത്ത് ഒരു സുപ്രഭാതത്തിൽ മാജിക്കിൽ നിന്ന് വിരമിക്കുകയാണ് എന്ന് ഞാൻ അനൗൺസ് ചെയ്തു. എൻ്റെ ഹൃദയത്തിൽ നിന്നും ഒരു കാമുകിയെപ്പോലെ ചേർത്ത് വെച്ചിരുന്ന ഇന്ദ്രജാലത്തെ ഞാൻ പറിച്ചെറിഞ്ഞ് മാജിക്കിനെ പൂർണ്ണമായും ഉപേക്ഷിച്ച് എൻ്റെ മാജിക്കിൻ്റെ ഉപകരണങ്ങളെല്ലാം ഏതോ മൂലയിൽ പൊടി പിടിച്ച് കിടക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ ഈ മക്കളിലേക്കും അവരുടെ മാതാപിതാക്കളിലേക്കും ഇനി എൻ്റെ ജീവിതം ഞാൻ മാറ്റിവെച്ചു. അങ്ങനെ ആ കുട്ടികളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് മറ്റു രാജ്യങ്ങളിൽ ചെയ്യുന്ന അതിശക്തമായ പ്രവർത്തനങ്ങൾ, ഈ മക്കൾക്ക് വേണ്ടി, ഭിന്നശേഷി മേഖലയിലുള്ളവർക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന, നമുക്ക് ചിന്തിക്കാൻ സാധിക്കാത്ത അത്രമാത്രം വലിയ 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 കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ അത്തരം ഒരു സംരംഭം നമുക്കും ഇവിടെ തുടങ്ങണമെന്നുള്ളൊരു മോഹമുണ്ടാവുന്നത്. അങ്ങനെ കാഞ്ഞങ്ങാടിനടുത്ത്, കാഞ്ഞങ്ങാടിൻ്റെയും നീലേശ്വരത്തിൻ്റെയും അടുത്ത് മടിക്കൈ എന്ന് പറയുന്ന സ്ഥലത്ത് 20 ഏക്കർ ലാൻഡ് നമ്മുടെ സൊസൈറ്റിയുടെ പേരിൽ, ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പേരിൽ ഇന്നിപ്പോൾ സ്വന്തമായി വിലയ്ക്ക് മേടിച്ചു. ഇനി അവിടെ ഒരു വലിയ സംരംഭം, ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള സംരംഭം, എൻഡോസൾഫാൻ മേഖലയിലുള്ള കുട്ടികൾക്ക് ചികിത്സ നൽകുവാനുള്ള ഹോസ്പിറ്റൽ അടക്കമുള്ള ഒരു വലിയ സംരംഭം തുടങ്ങണം എന്നുള്ള പ്രത്യാശയോടുകൂടി, പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഇനിയുള്ള എൻ്റെ ലൈഫിനെ മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അതാണ്, ഞാൻ ഇനി ഇവിടെ ഉണ്ടാവും, നിങ്ങളിൽ ഒരാളായി, നിങ്ങളുടെ കൂട്ടുകാരനായി ഞാൻ ഇവിടെ ഉണ്ടാവും. അപ്പോൾ അടുത്ത വർഷം ഈ പരിപാടി നടക്കുന്ന സമയത്ത് ഞാൻ കാഴ്ചക്കാരനായിട്ടൊരു പക്ഷേ മറ്റൊരാൾ സംസാരിക്കുന്ന സമയത്ത് ആ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ടാവും എന്നാണ് ഞാൻ പറഞ്ഞു വെച്ചത്. എന്തായാലും സന്തോഷം. കാസർഗോഡ് എന്ന് പറയുമ്പോൾ സ്നേഹത്തിൻ്റെ ഒരു പ്രതീകമാണ്, ഒരു പ്രദേശമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്കത് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നടക്കുന്ന, മറ്റ് പല ഭാഗങ്ങളിൽ നടക്കുന്ന, ഇവിടെ വരുന്ന സമയത്ത് നിങ്ങൾ ചൊരിയുന്ന, നിങ്ങൾ ചോദിക്കുന്ന നിഷ്കളങ്കമായ ചില വാക്കുകൾ പോലും, നിഷ്കളങ്കമായ ചില ചേർത്ത് പിടിക്കലുകൾ പോലും, ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിക്കുന്ന സമയത്ത് പോലും കാണിക്കുന്ന ആ ഒരു സ്നേഹവും ആർദ്രതയും ഹൃദയത്തിൽ തൊട്ടറിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ കാസർഗോഡ് ഇത്തരം ഒരു സംരംഭം തുടങ്ങുന്ന സമയത്ത് അത് പാഴായി പോവില്ല, വൃഥാവിലാവില്ല. തീർച്ചയായിട്ടും നിങ്ങളെല്ലാം അതിനോട് കൂടെ ഉണ്ടാവും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ എന്തായാലും ഞാൻ കാസർഗോഡിൻ്റെ ഒരു ഭാഗമായിട്ട് മാറും എന്നുള്ള കാര്യം കൂടി ഇവിടെ ഈ നിമിഷത്തിൽ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. ഇനി സംസാരിക്കണം. ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര ഇവിടെ എത്തിച്ചേരുന്നത് വരെ സംസാരിക്കണം എന്നുള്ളതാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഒരു വലിയ വെല്ലുവിളിയാണ്. കാരണം അത്രയും സമയം സംസാരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ ഒരു വലിയ പ്രശ്നമാണ്. കാരണം എനിക്ക് ഒരുപാട് നീട്ടി സംസാരിക്കുന്നത് എനിക്കും ഒരു അരോചകമായിട്ടാണ് പലപ്പോഴും തോന്നുന്നത്. സന്തോഷ് ജോർജ് കുളങ്ങര ഒരിക്കൽ മാജിക് പ്ലാനറ്റിലേക്ക് വന്ന നിമിഷം ഞാൻ ഓർക്കുന്നു. ആ കുട്ടികളെ കാണാൻ വേണ്ടിയിട്ട് വന്ന് അതിനുശേഷം ആ പരിപാടിയിൽ പങ്കെടുത്ത് സന്തോഷ് ജോർജ് കുളങ്ങര എന്നോട് പറഞ്ഞു, എനിക്കൊരൊറ്റ കാര്യമേ ചെയ്യാനുള്ളൂ, താങ്കൾക്ക് എനിക്കൊരു ഉമ്മ തരണം എന്ന് പറഞ്ഞു. അങ്ങനെ സന്തോഷ് ജോർജ് കുളങ്ങര എനിക്കൊരു ഉമ്മ തന്നു. ഞാൻ സന്തോഷ് ജോർജ് കുളങ്ങരയ്ക്ക് തിരിച്ചും ഒരു ഉമ്മ കൊടുത്തു. ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മ വെച്ചാണ് അന്നത്തെ ആ പരിപാടി തീർത്തത്. എന്തായാലും സന്തോഷ് ജോർജിന് ശേഷം അതിനുശേഷം കണ്ടിട്ടില്ല, ഇന്ന് കാണാം എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞാനും കാത്തിരിക്കുന്നത്. കൂടുതൽ എനിക്ക് സംസാരിക്കാനില്ല. ഇനി കുഞ്ഞമ്പ് സാർ ബാക്കി സംസാരിച്ചാൽ മതി. എല്ലാവർക്കും 1000 സ്നേഹം, 1000 ഹൃദയം ചേർത്ത് വയ്ക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാവർക്കും നല്ല ഒരു പുതിയ വർഷം ആശംസിക്കുന്നു. നമ്മളൊന്നും പ്രതീക്ഷിക്കുന്ന പോലെയൊന്നും ആവണം എന്നൊന്നുമില്ല നമ്മുടെ പുതിയ വർഷം. എങ്കിലും വളരെ ശുഭപ്രതീക്ഷയോടുകൂടി, വളരെ നല്ല വിസ്മയകരമായ കണ്ണുകളോടുകൂടി ഒരു പുതിയ ദിവസം ഉദിച്ചുയരുമ്പോൾ, ജനുവരി 1-ാം തീയതി പുതിയ വർഷം ഉദിച്ചുയരുമ്പോൾ അതിന് നമുക്ക് പ്രതീക്ഷയോട് കൂടിയിട്ട്, വളരെ സ്നേഹത്തോട് കൂടിയിട്ട് സ്വീകരിക്കാം. എല്ലാവർക്കും നല്ല വർഷമാവട്ടെ. നല്ല ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.